ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ കാണിക്കുകയാണ് കേട്ടോ. കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും. എക്സാക്ട്ലി അതാണ് സത്യം. അപ്പോൾ രാവിലെ കുറച്ച് നല്ല രസമാണ് ഇവിടെ കേട്ടോ. ഇവിടെ മുല്ലപ്പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഇന്ന് രാവിലെ വന്ന് മുല്ലപ്പൂ പറിക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതും കൂടെ ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം, അതൊക്കെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഇന്നവർ രാവിലെ മുല്ലപ്പൂ പറിക്കാൻ വരുമ്പോൾ ഞാനും പറഞ്ഞു പറിക്കല്ലേ, നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മുല്ലപ്പൂ പറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഒന്നും വോയിസ് ഓവർ കൊടുക്കുന്നില്ല, നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഈ താഴെ വീണ് കിടക്കുന്ന പൂ കണ്ടോ, ഇത് കറക്റ്റ് മുല്ലപ്പൂ ഉണ്ടാകുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഈ പൂ ഉണ്ടാകുക. ഇതും കാണാനൊരു ചെറിയ കുട്ടി മുല്ലപ്പൂ പോലെ ഉണ്ടാവും. അതിൻ്റെ മരം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ മരത്തിൻ്റെ പൂവാണ് ആ വീഴുന്നത്. ഈ മരം കാണാൻ നല്ല ഭംഗിയാട്ടോ ഈ പൂ നിൽക്കുന്ന സമയത്ത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അത്രയും നന്നായിട്ട് ഈ ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഞാൻ വീടിൻ്റെ ചുറ്റുമുള്ള കുറച്ച് ചെടികളും മരങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഒരു 7-7:30 ആ ഒരു ടൈമിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നുമില്ല, പക്ഷെ നല്ലൊരു വെളിച്ചമുണ്ട്. ഇത് ബട്ടറിൻ്റെ മരമാണ് കേട്ടോ. ഇതൊരു ചീരയാണ്, പക്ഷെ ഇതെൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. ഇത് തുളസിയാണ്, നമ്മൾ തുളസി എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അപ്പം ഒരുപാട് വാഴകൾ വെച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു വാഴയുണ്ട്, അത് കുറച്ചിട്ടില്ല. വാഴയുണ്ട്. ഞങ്ങളെ വീടിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും ഈ തേയിലത്തോട്ടം കാണാൻ പറ്റുന്നുണ്ടോ. ഇതിൻ്റെ ചുറ്റും തേയിലത്തോട്ടമാണ്, പക്ഷെ മുൻവശത്തില്ല, മുൻപില്ല. ഇങ്ങനെ പറയാം, ഈ സൈഡ് നോക്കിയാൽ നമുക്ക് കുറേ മലകളൊക്കെയാണ് കാണാൻ പറ്റുക. ഓപ്പോസിറ്റ് സൈഡ് ഫുള്ള് തേയിലത്തോട്ടം. ഇവിടെ പയറൊക്കെ നട്ടിട്ടുണ്ട്. അവിടെയും ഉണ്ട് കുറച്ച് വാഴകൾ. പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറച്ച്. ഇത് പയറല്ലല്ലോ, ഇത് ബീൻസ് അല്ലേ? ഇത് ബീൻസ് ആട്ടോ. ഇത് ബീൻസാണ്, ഇത് പയറിൻ്റെ പൂവാണ് കേട്ടോ. ഇതിൻ്റെ താഴെയൊക്കെ ചീരയും നട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തക്കാളിയുണ്ട്. പിന്നെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയില്ല. ഇതൊക്കെ നടക്കുമ്പോൾ ചവിട്ടി പോയിട്ടുണ്ടെങ്കിൽ എന്നെ ചവിട്ടി കൊല്ലും. കഷ്ടപ്പാടും ദരിദ്രമാണ് ഇവിടെ ഓരോന്നുണ്ടാവാൻ വേണ്ടിയിട്ട്. നോക്കി കണ്ടൊക്കെ നടന്നില്ലെങ്കിൽ എനിക്കടി കിട്ടും. ഇങ്ങനെ വെള്ളമൊന്നും കിട്ടാതെ കുറച്ച് വാടി നിൽക്കുന്നുണ്ട്. കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഇങ്ങനെയൊന്നും ഇവിടെ നിൽക്കില്ല. ഇതൊക്കെ നനച്ച് ശരിയാക്കും. പിന്നെ കുറച്ചധികം പച്ചമുളകുണ്ട്. ഞാൻ ഈ മുളകിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ. അതെ, അവിടെ ഉണ്ട് കേട്ടോ മുളകിൻ്റെത്. അത്രയൊക്കെയുള്ളൂ. ഇതൊക്കെ കാടാം. ഇത് ഞങ്ങളൊരു വീടാണ്. ഇതിൻ്റെ പണിയൊന്നും കഴിഞ്ഞില്ല. ആ വീട് പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട്. എല്ലാം ശരിയാവും. എൻ്റെ മമ്മീൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ട്. നട്ടപ്പോൾ തൊട്ട് ഇങ്ങനെ ഉണ്ട്. കുറച്ച് വലുതായി തോന്നുന്നു. അവിടെ എന്തോ നട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതെന്തോ നട്ടതാണല്ലോ, എന്തൊക്കെ കൊടുത്തതിന് ാണ് കേട്ടോ. അങ്ങനെ ഈ ഒരുള്ള സ്ഥലത്ത് നടാൻ പറ്റുന്ന അത്രയും നട്ടു വെച്ചിട്ടുണ്ട്. ഇത് കോവയ്ക്കാണ് കേട്ടോ. അതിൽ കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. കുമ്പളങ്ങ നട്ടിട്ടുണ്ട്. ഇത് കുമ്പളങ്ങയല്ലേ? കുമ്പളങ്ങയായിരിക്കും. ഒരു പേരയ്ക്കേണ്ട തൈയുണ്ട്. അടുത്തടുത്ത് ഞാൻ കാണിച്ചിരുന്നത് ഓവർ ഗ്യാപ്പ് വിട്ടിട്ടൊന്നല്ല കേട്ടോ ഇതുള്ളത്. ഇത് അടുത്ത് തന്നെയാണുള്ളത്. ഇവിടെ ഒരു ചീരേൻ്റെ ഉണ്ട്, പച്ച ചീരേൻ്റെ ഉണ്ട്. ഇത് പ്ലാവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഇല കണ്ടിട്ട് എനിക്ക് പ്ലാവ് പോലെയും തോന്നുന്നില്ല.
ആയിരിക്കും, പക്ഷെ എന്നാലും ഇതൊരു ഫ്ലവർ പോലെ ഉണ്ട്. ഇതെന്താ ഒരു നീല കളർ ഫ്ലവർ ഉണ്ടാവില്ലേ, നിത്യപുഷ്പമാണോ എന്താണ് പറയാ, ഒരു പേര് ഞാനൊന്ന് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ. അതിൻ്റെതുണ്ട്. ഇത് ഓറഞ്ചിൻ്റെതാണോ ചെറുനാരങ്ങേൻ്റെതാണോ എന്നറിയില്ല. ചെറുനാരങ്ങേൻ്റെ തയ്യാന്ന് തോന്നുന്നു. തൽക്കാലം നമുക്കിതിന് ചെറുനാരങ്ങ എന്ന് വിളിക്കാം. ഇവിടെയും ഇവരൊരു വാഴ നട്ടിട്ടുണ്ട്. ഇവിടെ വഴുതനങ്ങേൻ്റെ തൈ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിനെന്തൊരു കുഴപ്പമുണ്ട്, മുരിങ്ങ മരമുണ്ട്. മരമായിട്ടില്ല, എന്നാലും അത്യാവശ്യം നീണ്ടു പോകുന്നുണ്ട്. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇത് വേറൊരു ചീരയാണ് കേട്ടോ. ഇത് വയ്ക്കും. ഇത് പഞ്ചാരക്കായൻ്റെ മരമാണ് കേട്ടോ. കായ് ഇത് വലുതാവും, നല്ല പഴുക്കും, നല്ല മധുരമാണ്. ഇതാ ഇവിടെ നല്ലൊരു പഴുത്ത പഞ്ചാരക്കായ ഉണ്ട്. ഇതാണ് കേട്ടോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ. നിങ്ങൾ ഈ പക്ഷീൻ്റെ സൗണ്ട് കേട്ടോ, നല്ല രസമല്ലേ. അപ്പം നമ്മളെ മുല്ലപ്പൂ പറിക്കാനുണ്ടായ രണ്ടാൾക്കാരില്ലേ, ഒരു മദ്രസ പോകാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഒരു മദ്രസ പോവാണ്. ഇനിയിപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് വരിക. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലേ. ചപ്പാത്തിയും ഉള്ളിക്കറിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും നേരം വീഡിയോയിൽ എന്നെ കാണിക്കാത്തത്, ഞാൻ ഇതിലും പന്നക്കോലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഉമ്മച്ചീൻ്റെ നെയ്റ്റി മാത്രമേ ഇട്ട് നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കുറച്ച് നേരം വരാൻ വേണ്ടി മടിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും നടക്കട്ടെ. അപ്പോൾ നമുക്ക് കഴിക്കാം. എനിക്ക് സ്വതവേ എരിവുള്ള ഭക്ഷണം വലിയ താല്പര്യം ഇല്ലാത്തതാണ് കേട്ടോ. പക്ഷെ ഇവിടെ എല്ലാവരും എരിവ് കഴിക്കും. എനിക്ക് ഈ കറിയിൽ കുറച്ച് എരിവ് കൂടുതലാണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 10-12 മണിയായിട്ടുണ്ട് കേട്ടോ. 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ബീൻസ് പറിക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ടന്റ് ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുത്തിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ ഇത്താത്ത ഇങ്ങനെ വിളിച്ച്, വാ ഞാൻ ബീൻസ് പറിക്കാൻ, നീ വീഡിയോ എടുക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവളെ വീഡിയോയിൽ കാണിക്കരുതെന്ന് കൈ മാത്രമേ. അപ്പോൾ ഞാൻ പറഞ്ഞു കൈ മാത്രമേ കാണുള്ളൂ, നിന്നെ കാണൂല. അങ്ങനെ ഞാൻ അവളെ പറ്റിച്ചെടുത്ത വീഡിയോ ആണ്. എല്ലാം മൊട്ട വെയിലാണ് കേട്ടോ, അത്രക്ക് വെയിലുണ്ട്. നട്ട സംഭവം പറിക്കുമ്പോൾ ഒരു ചുഖം. ഇവിടെ തന്നെ ചീത്തക്കുള്ള പൂവെല്ലാം പറിച്ചതായിട്ട് ഇവിടെ ഇല്ല എന്നുള്ള ധൈര്യത്തിലാണ് പറിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്കാണുള്ളത്. അതിന് കിട്ടുന്ന കുറച്ച് പണി. ഒരു വട്ടം ഞാൻ പറിച്ചതിന്റെ ഫലമാണ് ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്നത്. ശരി, അപ്പൊ കണക്കേ കേൾക്കോ. ഇന്ന് നമുക്ക് പൊളിക്കാം. ഞാൻ എന്ത് വീഡിയോ കാണിച്ചാലും അതൊക്കെ പിറ്റേ ദിവസത്തേക്ക് ഉണങ്ങി കരിഞ്ഞു പോകുന്നതാണ് ചരിത്രം. അറിയില്ല, വീഡിയോ കൊണ്ട് വിട്ടല്ല പൊക്കത്താണല്ലോ കിട്ടാൻ. എൻ്റെ വേല കിട്ടും തോന്നിയില്ല. ഇവളെ നശിപ്പിച്ചതാണെന്നാണ് ഇവിടെ ചുരുക്കത്തിൽ പറയുന്നത്. നല്ല വേലുണ്ട് കേട്ടോ, തലവേന എടുക്കുന്നു. അപ്പം നമ്മൾ ഇത്ര ബീൻസ് പറിച്ചിട്ടുണ്ട് കേട്ടോ. നേരെ നോക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വെയിലാണ്. നമ്മൾ കുട്ടിപ്പട്ടാളൊക്കെ ഉണ്ട്. എല്ലാവരും ഒരു പരിപാടി ഇവിടെ നടക്കില്ല. എൻ്റെ കണ്ടന്റ് ക്ഷാമം കണ്ടിട്ട് ഓളിത് പറിക്കാൻ വന്നപ്പോൾ എന്നെ വിളിച്ചതാണ്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണെങ്കിൽ അതൊക്കെ ഞാൻ ആഡ് ചെയ്ത് വീഡിയോ ആക്കി ഞാൻ ഇടാം. പറിച്ചോ, ചെറുതൊന്നും പറിക്കില്ലേ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.